1974 ജൂൺ 22-ന് തമിഴ് സിനിമയിലെ പ്രശസ്ത സംവിധായകനായ എസ് എ ചന്ദ്രശേഖരന്റെയും ഗായികയായ ശോഭ ചന്ദ്രശേഖരന്റെയും വീട്ടിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് അവർ പേരിട്ടത് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നാണ്. പിന്നീട് തമിഴ് സിനിമാ ലോകം അദ്ദേഹത്തെ വിജയ് എന്ന പേരിൽ അറിയാൻ തുടങ്ങി. വിജയ്ക്ക് വെറും 10 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ 2 വയസ്സുള്ള അനിയത്തി ബ്ലഡ് ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു. ആ സംഭവം കുടുംബത്തെ ഏറെ വേദനിപ്പിച്ചു. തുടർന്ന് തന്റെ മകൻ ഒരു ഡോക്ടറാകണം എന്നാണ് വിജയുടെ പിതാവ് ആഗ്രഹിച്ചത്. എന്നാൽ വിജയുടെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. അദ്ദേഹത്തിന് ഡോക്ടറാകാനല്ല, ഒരു നടനാകാനായിരുന്നു ആഗ്രഹം. സിനിമയോടുള്ള ആ താല്പര്യം ബാല്യകാലം മുതൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയ വിജയ് വൈകുന്നേരമായിട്ടും തിരികെ എത്തിയില്ല. മകനെ കാണാതായതോടെ മാതാപിതാക്കൾ എല്ലായിടത്തും അദ്ദേഹത്തെ തിരഞ്ഞു. ഒടുവിൽ അവർ വിജയെ കണ്ടെത്തിയത് ഒരു സിനിമാ തിയേറ്ററിലായിരുന്നു. ആ നിമിഷം മുതൽ തന്റെ മകന്റെ സ്വപ്നം എന്താണെന്ന് പിതാവ് വ്യക്തമായി മനസ്സിലാക്കി. ഒടുവിൽ അദ്ദേഹം വഴങ്ങി. എൻ്റെ മകൻ ആഗ്രഹിക്കുന്നത് എന്തുമാകട്ടെ അതാകട്ടെ എന്ന് തീരുമാനിച്ചു. ആ തീരുമാനം തന്നെയായിരുന്നു പിന്നീട് തമിഴ് സിനിമയുടെ തളപതിയായ വിജയുടെ യാത്രയ്ക്ക് തുടക്കമായത്. 1984 പുറത്തിറങ്ങിയ വെട്രി എന്ന ചിത്രത്തിലൂടെയാണ് വിജയ് ബാലതാരമായി സിനിമയിലെത്തുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തത് അദ്ദേഹത്തിന്റെ പിതാവായ എസ് എ ചന്ദ്രശേഖർ ആയിരുന്നു. 18 വയസ്സ് തികഞ്ഞപ്പോൾ നാളെ തീർപ്പ് എന്ന ചിത്രത്തിൽ വിജയ്ക്ക് ആദ്യമായി നായകനായി വേഷം ലഭിച്ചു. ഈ ചിത്രവും സംവിധാനം ചെയ്തത് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. 1992 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ വിജയുടെ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അതുമാത്രമല്ല, ചിത്രത്തിന് ലഭിച്ച റിവ്യൂസും കൂടുതൽ നെഗറ്റീവായിരുന്നു. പ്രമുഖ തമിഴ് മാസികയായ കുമുദൻ വിജയുടെ രൂപത്തെയും സ്ക്രീൻ പ്രസൻസിനെയും പരിഹസിച്ചുകൊണ്ട് ഇത്തരം ഒരു മുഖം കാണാൻ ജനങ്ങൾ തിയേറ്ററിൽ പണം ചിലവഴിക്കണോ? ഈ രീതിയിൽ വിമർശനം ഉന്നയിച്ചു. മാധ്യമങ്ങളിലെ ഈ പരിഹാസങ്ങളും വിമർശനങ്ങളും വിജയെ മാനസികമായി ഏറെ തളർത്തി. വിജയുടെ സുഹൃത്തും ടെലിവിഷൻ നടനുമായ സഞ്ജയ് വെങ്കട്ട് പിന്നീട് പറഞ്ഞത് ഈ റിവ്യൂകളുടെ ആഘാതത്തിൽ വിജയ് ഒരു രാത്രി മുഴുവനും കരഞ്ഞുവെന്നാണ്. എന്നാൽ അദ്ദേഹം തോറ്റുകൊടുത്തില്ല. തുടർന്ന് നിരവധി ലോ ബഡ്ജറ്റ് പ്രണയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. അവയിൽ പലതും ശരാശരി വിജയം മാത്രമാണ് നേടിയത്. എന്നാൽ 1996 പുറത്തിറങ്ങിയ പൂവേ ഉനക്കാക എന്ന ചിത്രം വിജയുടെ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായി മാറി. ചിത്രം വൻ വിജയമായതോടെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ വിജയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. അതോടൊപ്പം തന്നെ ഒരു സോഫ്റ്റ് റൊമാൻറ്റിക് ഹീറോ എന്ന ഇമേജും അദ്ദേഹത്തിന് സ്വന്തമായി. പൂവേ ഉനക്കാകെ എന്ന വിജയത്തിന് ശേഷം ആദ്യമായാണ് തമിഴ് സിനിമാ ലോകം വിജയെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയത്. 2000 കാലഘട്ടത്തിലെത്തിയപ്പോൾ വിജയ് റൊമാൻറ്റിക് സിനിമകളിൽ നിന്നും മാറി ആക്ഷൻ സിനിമകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ക്രമേണ അദ്ദേഹം ഒരു ആംഗ്രി യങ് മാൻ ഇമേജിലേക്ക് വളർന്നു. അതിനുശേഷം 2004 പുറത്തിറങ്ങിയ ഗില്ലി വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആയി മാറി. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തമിഴ് ഹിറ്റുകളിൽ ഒന്നായിരുന്ന ഈ ചിത്രത്തിൽ അതിശയകരമായ ആക്ഷൻ രംഗങ്ങളും മികച്ച കോമഡി ടൈമിങ്ങും വിജയുടെ അതീവ ഊർജ്ജസ്വലമായ പ്രകടനവും ഉണ്ടായിരുന്നു. ഗില്ലി വിജയെ ഒരു യഥാർത്ഥ മാസ് ഹീറോയാക്കി മാറ്റി. അവിടെ നിന്നാണ് തമിഴ് സിനിമയിൽ വിജയുടെ ആധിപത്യം ശക്തമായി തുടങ്ങിയത്. പിന്നീട് തുടർച്ചയായി നിരവധി ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ സമ്മാനിച്ച അദ്ദേഹം തമിഴ് സിനിമയിലെ മെഗാ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു. വിജയുടെ സിനിമകളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ അവയിൽ പലപ്പോഴും സാമൂഹികവും രാഷ്ട്രീയവുമായ സന്ദേശം ഉൾക്കൊള്ളും. കർഷകരുടെ പ്രശ്നങ്ങൾ, അഴിമതി, വനിതാ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹം സിനിമകളിലൂടെ ഉയർത്തിക്കാട്ടി. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു രക്ഷകൻ അല്ലെങ്കിൽ ഒരു മിശിഹ, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ പലപ്പോഴും അവതരിപ്പിക്കപ്പെട്ടത്. ഉദാഹരണത്തിന് 2002 പുറത്തിറങ്ങിയ തമിഴൻ എന്ന ചിത്രത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന നിയമവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും കുടിവെള്ളക്ഷാമം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അഴിമതിക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ പോരാടുകയും ചെയ്യുന്ന കഥാപാത്രമായിരുന്നു വിജയുടേത്. ഇത്തരം സിനിമകളിലൂടെ വിജയ്ക്ക് സാധാരണ ജനങ്ങളുമായി ശക്തമായ ഒരു ബന്ധം രൂപപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആരാധകർ അദ്ദേഹത്തെ ഒരു സിനിമാ താരമായി മാത്രമല്ല ജനങ്ങൾക്കായി നിലകൊള്ളുന്ന ഒരു രക്ഷകനായി കാണാൻ തുടങ്ങി. കാലക്രമേണ വിജയുടെ സിനിമകളുടെ റിലീസ് ആരാധകർക്ക് ഒരു ഉത്സവമായി മാറി. ഓരോ പുതിയ സിനിമയും വലിയ ആഘോഷങ്ങളോടെയും ആവേശത്തോടെയും അവർ വരവേറ്റു. 2009 വിജയ് തന്റെ ഏകദേശം 85,000 ആരാധകരെ ഒന്നിപ്പിച്ച് ഒരു വലിയ സംഘടന രൂപീകരിച്ചു. അതിന് നൽകിയ പേര് വിജയ് മക്കൾ ഇയക്കം എന്നായിരുന്നു. അതിന്റെ അർത്ഥം വിജയ് ജനകീയ പ്രസ്ഥാനം എന്നാണ്. ഔദ്യോഗികമായി ഇതൊരു സാമൂഹിക ക്ഷേമ സംഘടനയായാണ് അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ പല രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായത്തിൽ ഭാവിയിൽ ശക്തമായ ഒരു ജനകീയ രാഷ്ട്രീയ അടിത്തറ സൃഷ്ടിക്കാനുള്ളൊരു ശ്രമമായിരുന്നു ഇതെന്ന് പറയുന്നു.
സംഘടന തുടക്കത്തിൽ തന്നെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കൽ, സൗജന്യ ഭക്ഷണ വിതരണം, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുക തുടങ്ങിയ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ അവർ നടത്തി. തമിഴ്നാട്ടിലെ മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലുമെല്ലാം ഈ സംഘടനയുടെ ശാഖകൾ രൂപീകരിക്കപ്പെട്ടു. ഇതിലൂടെ ഗ്രാമീണ തലത്തിൽ വരെ വിജയുടെ സ്വാധീനം വ്യാപിച്ചു. വിദ്യാഭ്യാസത്തിനും വിജയ് പ്രത്യേക പ്രാധാന്യം നൽകി. 10ാം ക്ലാസ് +2 ബോർഡ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും അവാർഡുകൾ നൽകുകയും ചെയ്തു. ഇതിലൂടെ യുവജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി കൂടുതൽ വർദ്ധിച്ചു. വിജയുടെ വളർച്ചയ്ക്ക് പിന്നിൽ 2 പ്രധാന ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത് അദ്ദേഹത്തിന്റെ സംഘടനയുടെ ശക്തമായ ഗ്രൗണ്ട് വർക്ക്. രണ്ടാമത് ജനങ്ങളുമായി തുടർച്ചയായി നിലനിർത്തിയ ശക്തമായ ബന്ധം. സിനിമാ താരം എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം സമൂഹത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ജനനേതാവ് എന്ന ഇമേജും ഈ കാലഘട്ടത്തിൽ വിജയ്ക്ക് രൂപപ്പെട്ടു. അതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് ശക്തമായ അടിത്തറയായത്. 2011ഓടെ വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടന അത്രയേറെ ശക്തമായ ഒരു ജനകീയ ശൃംഖലയായി മാറി. ആ വർഷം നടന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ സംഘടന ജയലളിതയുടെ പാർട്ടിയായ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം നേതൃത്വത്തിലുള്ള സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആ സമയത്ത് തമിഴ്നാട് ഭരിച്ചിരുന്നത് എം കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം സർക്കാരായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ജയലളിതയുടെ നേതൃത്വത്തിലുള്ള സഖ്യം വൻ വിജയം നേടി. 234 അംഗങ്ങളുള്ള നിയമസഭയിൽ ഭരണം രൂപീകരിക്കാൻ 118 സീറ്റുകൾ മതിയായിരുന്നു. എന്നാൽ AIADMK സഖ്യം ഏകദേശം 150 സീറ്റുകൾ നേടി ചരിത്ര വിജയം സ്വന്തമാക്കി. ഈ വിജയത്തോടെ ജയലളിത വീണ്ടും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തി. ഈ തിരഞ്ഞെടുപ്പ് ഫലം മറ്റൊരു കാര്യം കൂടി തെളിയിച്ചു. വിജയ് മക്കൾ ഇയക്കം ഒരു സാധാരണ ആരാധക സംഘടന മാത്രമല്ല, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചർച്ചകളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയായി അത് വളർന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ 2013 പുറത്തിറങ്ങിയ തലൈവ എന്ന ചിത്രത്തിന് ശേഷം വിജയും അന്നത്തെ ഭരണകക്ഷിയുമായ AIADMKയും തമ്മിലുള്ള ഒരു ബന്ധം വഷളാതായി പറയപ്പെടുന്നു. ഈ ചിത്രത്തിന്റെ ടാഗ് ലൈൻ ടൈം ടു ലീഡ് എന്നായിരുന്നു. ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ജയലളിത ഈ സന്ദേശത്തെ രാഷ്ട്രീയപരമായി കണ്ടതായാണ് വിലയിരുത്തപ്പെട്ടത്. തമിഴ്നാട് സർക്കാർ ഈ ചിത്രത്തിന് നികുതി ഇളവ് നൽകാൻ വിസമ്മതിച്ചു. തുടർന്ന് ചിത്രത്തെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങൾ ഉയർന്നു. ചില സംഘടനകൾ സിനിമ പ്രദർശിപ്പിച്ചാൽ പ്രതിഷേധം നടത്തും എന്നുപോലും മുന്നറിയിപ്പ് നൽകി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിജയ് നേരിട്ട് ജയലളിതയെ കാണാൻ ശ്രമിച്ചെങ്കിലും അത് സാധ്യമായില്ല. ഒടുവിൽ ചിത്രം മറ്റ് സംസ്ഥാനങ്ങളിൽ റിലീസ് ചെയ്തെങ്കിലും തമിഴ്നാട്ടിൽ റിലീസ് വൈകി. നിയമസുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചത്. ഈ സംഭവമാണ് വിജയുടെ രാഷ്ട്രീയ ചിന്തകളിൽ വലിയ മാറ്റമുണ്ടാക്കിയത് എന്ന് പലരും വിശ്വസിക്കുന്നു. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നതിന് പകരം ഭാവിയിൽ സ്വയം രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള ആശയം ഈ കാലഘട്ടത്തിലാണ് ശക്തമായത് എന്ന് കരുതപ്പെടുന്നു. അതിനുശേഷം വിജയുടെ സിനിമകളിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങൾ കൂടുതൽ ശക്തമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. സാധാരണ ജനങ്ങൾക്കായി അധികാര ശക്തികൾക്കെതിരെ പോരാടുന്ന ഒരു നായകനായാണ് അദ്ദേഹം പല സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടത്. കർഷകരുടെ പ്രശ്നങ്ങൾ, ആരോഗ്യരംഗത്തെ അഴിമതി, തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ, വോട്ടവകാശം, വനിതാ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ പ്രധാന ചർച്ചകളായി മാറി. ഈ രാഷ്ട്രീയ സാമൂഹിക സന്ദേശങ്ങൾ കാരണം വിജയുടെ സിനിമകൾ പലപ്പോഴും വിവാദങ്ങളിൽ പെടുകയും ചെയ്തു. എന്നാൽ അതേസമയം അദ്ദേഹത്തിന്റെ ജനപ്രീതി കൂടുതൽ വർദ്ധിക്കാനും ഇത് കാരണമായി. 2017 പുറത്തിറങ്ങിയ മെർസൽ എന്ന ചിത്രം അതിന് മികച്ച ഉദാഹരണമാണ്. ചിത്രത്തിലെ ഒരു രംഗത്തിൽ വിജയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, സിംഗപ്പൂരിൽ 7% GST മാത്രമാണുള്ളത്, അവിടെ ആരോഗ്യ സേവനങ്ങൾ സൗജന്യമാണ്. എന്നാൽ ഇന്ത്യയിൽ 28% GST ഈടാക്കുമ്പോഴും ആരോഗ്യ സേവനങ്ങൾ സൗജന്യമല്ലാത്തത് എന്തുകൊണ്ട്? ഈ ഡയലോഗ് ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ചില BJP നേതാക്കൾ ഈ രംഗങ്ങൾ സിനിമയിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അതോടെ മെർസൽ കൂടുതൽ ശ്രദ്ധ നേടുകയും വിജയുടെ രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമാവുകയും ചെയ്തു. മെർസൽ സിനിമയെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങൾ അതോടെ അവസാനിച്ചില്ല. ചിത്രത്തിലെ GST സംബന്ധമായ ഡയലോഗുകൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചതോടെ വിവാദം മറ്റൊരു തലത്തിലേക്ക് തന്നെ നീങ്ങി. ചില BJP നേതാക്കൾ വിജയെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരായ ജോസഫ് വിജയ് എന്ന് പരാമർശിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മതപരമായ പശ്ചാത്തലത്തെ ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തെ മറ്റൊരു വഴിത്തിരിവിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചതായും വിമർശനങ്ങൾ ഉയർന്നു. BJP നേതാവായ H. രാജ വിജയുടെ വോട്ടർ ID കാർഡിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ കാണിച്ച് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്നും അതുകൊണ്ടാണ് സിനിമയിൽ GSTയെ വിമർശിച്ചത് എന്നും ആരോപിച്ചു. കൂടാതെ ഈ സിനിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള
വിജയുടെ എതിർപ്പിനെ പ്രകടമാക്കുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവാദം ഇങ്ങനെ കൂടുതൽ ശക്തമായപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെയും ക്ഷേത്രങ്ങളെയും മോശമായി ചിത്രീകരിച്ചുവെന്ന ആരോപണത്തിൽ വിജയ്ക്കെതിരെ പോലീസ് പരാതിയും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതോടെ വിഷയം ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ സംഭവവികാസങ്ങൾ വിജയെ നേരിട്ട് BJPയുടെ വിമർശനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റി. എന്നാൽ അതേസമയം സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ വിജയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി. തമിഴ്നാട്ടിലെ സിനിമാ മേഖലയിലെ പ്രമുഖരും വിവിധ രാഷ്ട്രീയ നേതാക്കളും വിജയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പിന്തുണച്ച് പ്രസ്താവനകൾ നടത്തി. ഒരു സിനിമയിലെ ഡയലോഗിനെ ചൊല്ലിയുള്ള ഈ വിവാദം പിന്നീട് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാംസ്കാരിക ചർച്ചകളിൽ പ്രധാന വിഷയമായി മാറി. മെർസൽ ഒരു സിനിമ മാത്രമല്ല, വിജയുടെ രാഷ്ട്രീയ സ്വാധീനവും ജനപ്രീതിയും എത്രത്തോളം വളർന്നു എന്ന് തെളിയിച്ച ഒരു നിർണായക സംഭവമായി പിന്നീട് വിലയിരുത്തപ്പെട്ടു. അരവിന്ദ് സ്വാമി മുതൽ ഖുഷ്ബു സുന്ദർ വരെ തമിഴ് സിനിമയിലെ നിരവധി പ്രമുഖ താരങ്ങൾ ഈ വിവാദത്തിൽ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ ഘട്ടത്തിൽ വിജയ് ഒരു സാധാരണ മാസ് ഹീറോ മാത്രമായിരുന്നില്ല. സിനിമയിൽ ജനങ്ങൾക്കായി പോരാടുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന അദ്ദേഹം യഥാർത്ഥ ജീവിതത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു രാഷ്ട്രീയ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ 2020 ഫെബ്രുവരി 5 വരുമാന നികുതി വകുപ്പ് വിജയുടെ ചെന്നൈയിലെ വീട്ടിൽ പരിശോധന നടത്തി. നികുതി സംബന്ധമായ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തോട് ചോദ്യം ചെയ്യലും നടന്നു. ഈ വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. എന്നാൽ വിജയുടെ ആരാധകരും പിന്തുണക്കാരും ഈ സംഭവത്തെ മറ്റൊരു രീതിയിൽ കണ്ടു. BJPക്കെതിരെ നിലപാടെടുക്കുന്നതിനാലാണ് വിജയെ ലക്ഷ്യമിടുന്നത് എന്ന വാദം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. അതോടെ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജയെ രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തമിഴ്നാടിനെ രക്ഷിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് വരൂ എന്നായിരുന്നു പല ആരാധകരുടെയും ആവശ്യം. യഥാർത്ഥത്തിൽ ഔദ്യോഗികമായി രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ വിജയ് തന്റെ ആശയപരമായ അടിത്തറ രൂപപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ 100 കോടി വാരിക്കൂട്ടുന്നതിനൊപ്പം അവയിലെ സന്ദേശങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയും ചെയ്തു. ഇതിനിടയിൽ 2020 നവംബറിൽ വിജയുടെ പിതാവായ SA ചന്ദ്രശേഖർ വിജയ് മക്കൾ ഇയക്കം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഈ തീരുമാനത്തിൽ വിജയ് യോജിച്ചില്ല. തന്റെ പേരുപയോഗിച്ച് ആരംഭിച്ച ആ രാഷ്ട്രീയ പാർട്ടിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. മാത്രമല്ല, തന്റെ ആരാധകർ ആ പാർട്ടിയിൽ ചേരരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ സംഭവവികാസം പലരെയും അത്ഭുതപ്പെടുത്തി. വർഷങ്ങളായി രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്ന വിജയ് സ്വന്തം പിതാവ് ആരംഭിച്ച രാഷ്ട്രീയ നീക്കത്തിൽ നിന്ന് തന്നെ അകലം പാലിച്ചത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായി. എന്നാൽ പിന്നീട് വ്യക്തമായത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് സ്വന്തം സമയത്തും സ്വന്തം നിബന്ധനകളിലുമാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. ഈ സംഭവങ്ങൾക്ക് ശേഷം വിജയുടെ കുടുംബത്തിനുള്ളിൽ കാര്യങ്ങൾ സുഖകരമല്ല എന്ന ചർച്ചകൾ ശക്തമായി. ഒരു കാലത്ത് തന്റെ മാതാപിതാക്കളെ ദൈവത്തോട് ഉപമിച്ച് സംസാരിച്ചിരുന്ന വിജയ് ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്ന് തന്നെ പരസ്യമായി അകലം പാലിക്കുകയായിരുന്നു. ഇത് ആരാധകരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. കാര്യങ്ങൾ അത്രയേറെ മുന്നോട്ടു പോയി. തന്റെ പേരിൽ രാഷ്ട്രീയ യോഗങ്ങളോ പ്രവർത്തനങ്ങളോ നടത്തരുതെന്നാവശ്യപ്പെട്ട് വിജയ് ഒരു സിവിൽ കേസും ഫയൽ ചെയ്തു. ഇതോടെ പിതാവും മകനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതു ചർച്ചയായി മാറി. ഒടുവിൽ SA ചന്ദ്രശേഖർ വിജയ് മക്കൾ ഇയക്കം എന്ന രാഷ്ട്രീയ പാർട്ടി പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ ഇനി താൻ വിട്ടുനിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇതിനിടയിൽ തമിഴ്നാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. ഈ തിരഞ്ഞെടുപ്പുകളിൽ വിജയുടെ ആരാധകർ വിജയ് മക്കൾ ഇയക്കം എന്ന പേരും പതാകയും ഉപയോഗിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചു. വിജയ് ഔദ്യോഗികമായി ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നില്ല. അതിനാൽ ഇത് ആരാധകരുടെ സ്വന്തം സംരംഭമായാണ് പൊതുവെ കണക്കാക്കപ്പെട്ടത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം എല്ലാവരെയും ഞെട്ടിച്ചു. മത്സരിച്ച 169 സ്ഥാനാർത്ഥികളിൽ 115 പേർ വിജയിച്ചു. അതായത് ഏകദേശം 68% വിജയം നേടി. അതും ഒരു ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ, വലിയ സഖ്യങ്ങളില്ലാതെ തമിഴ്നാട്ടിലെ പഴക്കമേറിയ രാഷ്ട്രീയ ശക്തികളായ DMKയും AADMKയും നേരിട്ട് വെല്ലുവിളിച്ചാണ് ഈ നേതൃത്വം കൈവരിച്ചത്. ഇതൊരു നിർണായക സന്ദേശമായിരുന്നു. വിജയുടെ സംഘടനാ ശൃംഖലയിൽ ജനകീയ പിന്തുണയും ശക്തമായൊരു രാഷ്ട്രീയ യന്ത്രമായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായി പലരും ഇതിനെ വിലയിരുത്തി. രാഷ്ട്രീയത്തിലേക്ക് വിജയ് നേരിട്ട് പ്രവേശിച്ചാൽ ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിയും എന്ന വിലയിരുത്തലുകളും ശക്തമായി. അവസാനം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി 2024 ഫെബ്രുവരി 2 വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അദ്ദേഹം ആരംഭിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴക വെട്രി കഴകം TVK എന്നാണ് പേര് നൽകിയത്.
വർഷങ്ങളായി നിലനിന്നിരുന്ന അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കും ഇതോടെ വിരാമമായി. തമിഴ് സിനിമയിലെ സൂപ്പർ താരമായ വിജയ് രാഷ്ട്രീയ വേദിയിലും തന്റെ ശക്തി പരീക്ഷിക്കാൻ തയ്യാറായി. പാർട്ടി പ്രഖ്യാപിച്ചതിനു ശേഷം വിജയ് ഒരു നിർണായക പ്രഖ്യാപനവും നടത്തി. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി മത്സരിക്കില്ലെന്നും നേരിട്ട് 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിനാണ് തയ്യാറെടുക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനുശേഷം 2024 ഒക്ടോബർ 27 TVKയുടെ ആദ്യ മഹാറാലി സംഘടിപ്പിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ റാലിയിൽ പങ്കെടുത്തത്. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യ പൊതുയോഗത്തിന് ഇത്രയും വലിയൊരു ജനപങ്കാളിത്തം ലഭിച്ചത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തി. ഈ റാലിക്ക് ശേഷം തമിഴ്നാട്ടിൽ ഒരു പുതിയ സിനിമാ താരം രാഷ്ട്രീയ നേതാവായി ഉദയം സംഭവിക്കുകയാണോ എന്ന ചർച്ചകൾ ശക്തമായി. റാലിയിൽ വിജയ് തന്റെ പാർട്ടിയുടെ ആശയങ്ങളും നിലപാടുകളും ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. TVK ഒരു മതനിരപേക്ഷ സാമൂഹ്യ നീതി അടിസ്ഥാനമാക്കിയുള്ള അഴിമതിക്കും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള പാർട്ടിയായിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഡോക്ടർ BR അംബേദ്കർ, പെരിയാർ, കാമരാജ് എന്നിവരുടെ ആശയങ്ങളാണ് പാർട്ടിയുടെ പ്രചോദനമെന്നും വിജയ് പറഞ്ഞു. അതേസമയം തന്റെ രാഷ്ട്രീയ എതിരാളി DMK ആണെന്നും ആശയപരമായ എതിരാളി BJP ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി. റാലിക്കിടെ നടത്തിയ പ്രസംഗത്തിൽ DMKയെ വിഷമുള്ള രാഷ്ട്രീയം എന്ന് വിമർശിച്ച വിജയ് BJPയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാമർശിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കാനാണോ നിങ്ങൾ അധികാരത്തിൽ വന്നത്, അല്ലെങ്കിൽ സമൂഹത്തെ വിഭജിക്കാനാണോ എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തി. ഈ പ്രസംഗം ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അതോടെ ഒരു സിനിമാ സൂപ്പർ സ്റ്റാർ എന്നതിലുപരി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് ഗൗരവത്തോടെ കാണേണ്ട പുതിയ ശക്തിയായി വിജയ് മാറിയെന്ന് പലരും വിലയിരുത്താൻ തുടങ്ങി. ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കാണ്. സിനിമയിൽ നേടിയ അതേ വിജയം രാഷ്ട്രീയത്തിലും ആവർത്തിക്കാൻ വിജയ്ക്ക് കഴിയുമോ എന്നതാണ് തമിഴ്നാട് ആ സമയം ഉറ്റുനോക്കിയ ഏറ്റവും വലിയ ചോദ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ടും വിജയ് ആ പ്രസംഗത്തിൽ സംസാരിച്ചു. കൂടാതെ DMK പാർട്ടിയെ ലക്ഷ്യമിട്ട് വിജയ് പറഞ്ഞത്, മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ വിഭജിക്കുന്ന ശക്തികളെ തിരിച്ചറിയാൻ എളുപ്പമാണ്, പക്ഷേ അഴിമതി നിറഞ്ഞ ശക്തികളെ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. കാരണം അവർ ആശയധാരയുടെ മുഖംമൂടി ധരിച്ചാണ് വരുന്നത്. ഇത് DMKക്കെതിരായ പരോക്ഷ വിമർശനമായാണ് പലരും കണ്ടത്. ഈ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ 2025 സെപ്റ്റംബർ 13 വിജയ് തിരുച്ചിയിൽ നിന്ന് സംസ്ഥാന വ്യാപക പര്യടനം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ 38 ജില്ലകളിലും സന്ദർശനം നടത്തുക എന്നതായിരുന്നു പദ്ധതി. ആ പര്യടനത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 27 കരൂരിൽ ഒരു വലിയ റാലി സംഘടിപ്പിച്ചു. വിജയ് ഉച്ചയ്ക്ക് 1:15 എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം വൈകുന്നേരം 7 മണിയോടെയാണ് എത്തിയത്. ഈ വൈകല്യത്തെക്കുറിച്ച് ജനങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. കൂടാതെ ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നാണ് ആരോപണം. അവസാനം വിജയ് വേദിയിലെത്തിയപ്പോൾ ജനക്കൂട്ടം നിയന്ത്രണാതീതമായി. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ആളുകൾ മുന്നോട്ട് തള്ളിക്കയറിയതോടെ വലിയ തിരക്കും ആശയക്കുഴപ്പവും ഉണ്ടായി. തുടർന്ന് സ്ഥിതി വഷളാവുകയും വലിയ ദുരന്തമായി മാറുകയും ചെയ്തു. റിപ്പോർട്ടുകൾ പ്രകാരം 41 പേർ മരിക്കുകയും അവരിൽ 9 കുട്ടികൾ ഉൾപ്പെടുകയും ചെയ്തു. ഏകദേശം 200 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ സംഭവത്തിന് ശേഷം TVKയിലെ ചില മുതിർന്ന ഭാരവാഹികൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതേസമയം വിജയ് സംഭവ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് തിരുച്ചി വിമാനത്താവളത്തിൽ നിന്നും ചാർട്ടേഡ് വിമാനത്തിൽ ചെന്നൈയിലേക്ക് മടങ്ങി. അടുത്ത 48 മണിക്കൂർ അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ഒടുവിൽ 3-ാം ദിവസം ഒരു 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പുറത്തിറക്കി പ്രതികരിച്ചു. ആ വീഡിയോയിൽ വിജയ് മാപ്പ് പറഞ്ഞില്ല, പകരം താനും തന്റെ പാർട്ടിയും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ എന്റെ മറ്റു ജില്ലകളിലെ റാലിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ കരൂരിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഈ ചോദ്യവും അദ്ദേഹം ഉയർത്തി. ഈ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച അദ്ദേഹം DMK പാർട്ടിയാണ് കുറ്റപ്പെടുത്തിയത്. TVK പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളെക്കുറിച്ച് പ്രതികരിച്ച വിജയ്, മുഖ്യമന്ത്രി പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചെയ്യുക, എന്റെ പ്രവർത്തകരെ ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞു. ആ സമയത്ത് വിജയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നതിന് മുൻപേ അവസാനിച്ചു പോയതായി പലർക്കും തോന്നി. എന്നാൽ അദ്ദേഹത്തിന്റെ പിന്തുണക്കാർ അദ്ദേഹത്തോടൊപ്പം തന്നെ ഉറച്ചു നിന്നു. ഈ ദുരന്തത്തിന് പിന്നിൽ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയുണ്ട് എന്നാണ് അവർ ആരോപിച്ചത്. ചിലർ അവകാശപ്പെട്ടത് ചില ഗുണ്ടകൾ ജനക്കൂട്ടത്തിനിടയിൽ കയറി കലാപം സൃഷ്ടിച്ചുവെന്നും വിജയ്ക്ക് നേരെ ചെരുപ്പെറിഞ്ഞുവെന്നുമായിരുന്നു. കൂടാതെ രോഗിയില്ലാത്ത ഒരു ആംബുലൻസ് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടിച്ചു കയറ്റിയതാണ് തിരക്ക് വർദ്ധിക്കാനും ദുരന്തത്തിന് കാരണമായതുമെന്നാണ് അവരുടെ ആരോപണം. ഇതിനിടെ 2025 ഡിസംബറിൽ തന്റെ ജനനായകൻ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വിജയ് ഒരു വലിയ പ്രഖ്യാപനം നടത്തി.
ഇത് തന്റെ അവസാന സിനിമയാണെന്നും ഇനി മുതൽ പൂർണ്ണ സമയം രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അന്നൊരു സിനിമയ്ക്കായി ഏകദേശം 100 മുതൽ 120 കോടി രൂപ വരെയാണ് വിജയ് പ്രതിഫലം വാങ്ങിയത്. ജനനായകൻ എന്ന ചിത്രത്തിനായി അദ്ദേഹം 250 കോടി രൂപ പ്രതിഫലം നേടിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത്ര വലിയ സിനിമാ കരിയർ ഉപേക്ഷിച്ച് വിജയത്തിന് യാതൊരു ഉറപ്പുമില്ലാത്ത രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണ സമയം കടക്കുന്നത് വലിയൊരു റിസ്ക് ആയിരുന്നു. തന്റെ പാർട്ടി തമിഴ്നാട്ടിൽ ഒറ്റയ്ക്കായിരിക്കും തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നും യാതൊരു രാഷ്ട്രീയ സഖ്യത്തിൽ ചേരില്ല എന്നും വിജയ് പ്രഖ്യാപിച്ചു. BJP-യുമായി സഖ്യമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങളുണ്ടായപ്പോൾ മതനിരപേക്ഷതയും സാമൂഹിക നീതിയും എന്ന അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് താനും തന്റെ പാർട്ടിയും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ TVKയുടെ പ്രകടന പത്രികയിൽ 8 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് പറഞ്ഞത്. ഓരോ കുടുംബത്തിലെയും വനിതാ ഗൃഹനാഥയ്ക്ക് പ്രതിമാസം 2500 രൂപ, വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും 3000 രൂപ, തൊഴിലില്ലാത്ത യുവാക്കൾക്ക് പ്രതിമാസം 2500 രൂപ മുതൽ 4000 രൂപ വരെ ധനസഹായം നൽകുമെന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. കൂടാതെ വർഷത്തിൽ 6 സൗജന്യ LPG സിലിണ്ടറുകൾ, ദരിദ്ര വധുക്കൾക്ക് വിവാഹ സമ്മാനമായി 8 ഗ്രാം സ്വർണം, കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളൽ തുടങ്ങിയ പദ്ധതികളും പ്രഖ്യാപിച്ചു. TVKയുടെ ഓരോ വാഗ്ദാനവും പ്രത്യേക വോട്ടർ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഇത് വെറും വാഗ്ദാനങ്ങളുടെ പട്ടികയല്ല, മറിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തി. തുടർന്ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 234 സീറ്റുകളുള്ള തമിഴ്നാട് നിയമസഭയിൽ TVK 108 സീറ്റുകൾ നേടി. മറ്റ് എല്ലാ പാർട്ടികളെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടിയായി TVK മാറി. പൂർണ്ണ ഭൂരിപക്ഷത്തിന് വെറും 10 സീറ്റുകളുടെ കുറവുണ്ടായിരുന്നുവെങ്കിലും ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു പാർട്ടിയുടെ ചരിത്ര നേട്ടമായി തന്നെ ഇത് കണക്കാക്കപ്പെട്ടു. TVKയുടെ ശക്തമായ മുന്നേറ്റത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പോലും തന്റെ കുളത്തൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത്. 1971 മുതൽ തമിഴ്നാട്ടിൽ DMK-യും AIDMK-യും മാറി മാറി അധികാരത്തിൽ വന്നു. എന്നാൽ ജയലളിതയുടെ മരണത്തിന് ശേഷം AIADMK ദുർബലമായിരുന്നു. അതേസമയം DMK ഭരണവിരുദ്ധ വികാരവും നേരിട്ടിരുന്നു. അത്തരം സാഹചര്യത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് TVK ഒരു പുതിയ പ്രതീക്ഷയായി മാറി. ആ പിന്തുണയുടെ കരുത്തിലാണ് വിജയ് തന്റെ ചരിത്രപരമായ രാഷ്ട്രീയ മുന്നേറ്റം രേഖപ്പെടുത്തിയത്. ഇന്ന് അദ്ദേഹം താൻ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ഓരോന്നായി നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്ററായി മാറുകയും അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഒരു കാലത്ത് ഒരു സിനിമാ താരമായി ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കിയ വിജയ് ഇന്നൊരു രാഷ്ട്രീയ നേതാവായി ചരിത്രം എഴുതാനുള്ള ശ്രമത്തിലാണ്. സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ച നായകൻ അഴിമതിക്കും അനീതിക്കുമെതിരെ പോരാടിയിരുന്നു. എന്നാൽ യഥാർത്ഥ രാഷ്ട്രീയ ലോകം സിനിമയേക്കാൾ സങ്കീർണമാണ്. ഇവിടെ വിജയത്തിന് കയ്യടികളല്ല, ജനങ്ങളുടെ വിശ്വാസമാണ് വേണ്ടത്. തമിഴ്നാട്ടിലെ യുവാക്കൾക്ക് ഒരു പുതിയ പ്രതീക്ഷയായി മാറാൻ വിജയ്ക്ക് കഴിയുമോ? പതിറ്റാണ്ടുകളായി സംസ്ഥാന രാഷ്ട്രീയം നിയന്ത്രിച്ചു വരുന്ന ശക്തികളെ വെല്ലുവിളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? അതോ സിനിമയിലെ ജനപ്രീതി രാഷ്ട്രീയത്തിൽ ആവർത്തിക്കാൻ കഴിയാതെ പോകുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും വർഷങ്ങളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു സാധാരണ നടനിൽ നിന്ന് ദളപതിയായി വളർന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖറിന്റെ യാത്ര തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിൽ ഒന്നായി ഇതിനകം മാറിക്കഴിഞ്ഞു. ഇനി ചരിത്രം അദ്ദേഹത്തെ ഒരു സൂപ്പർ സ്റ്റാറായി ഓർക്കുമോ അതോ ഒരു ജനനേതാവായി ഓർക്കുമോ എന്നത് സമയം തീരുമാനിക്കും. സിനിമയിൽ ദളപതിയായ വിജയ് രാഷ്ട്രീയത്തിലും വിജയകഥ എഴുതുമോ? അതിനുള്ള ഉത്തരം ഇനി ജനങ്ങളുടേതാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചീഫ് മിനിസ്റ്ററായി വിജയ് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഇതുപോലെ വളരെ വ്യത്യസ്തമായ വീഡിയോസിനായി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.